ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു DIY ടാൻ റിമൂവൽ റെമഡിയാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു സ്ക്രബും ഒരു മാസ്കും പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. ഞാൻ കുറച്ച് ബ്യൂട്ടി റിലേറ്റഡ്, ഫാഷൻ റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനായിട്ട് ഒരു സ്ക്രബും 2 മാസ്കും ആട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സ്ക്രബിനായിട്ട് ഞാൻ ഇവിടെ കോഫി പൗഡർ എടുക്കുന്നത് AVT എന്ന് പറയുന്ന കമ്പനിയുടെ കോഫി പൗഡർ ആട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ബ്രൂ ഒന്നും എടുക്കല്ലേ. ബ്രൂ പക്ഷേ പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോവും. പിന്നെ അല്ലെങ്കിൽ ഈ ഒരു കഫൈൻ്റെ ഒക്കെ കോഫി പൗഡർ മേടിക്കാൻ കിട്ടില്ലേ സ്ക്രബായിട്ട്, അത് യൂസ് ചെയ്താലും മതി. ഇതിൽ കുറച്ച് പാല് നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യും. ഇപ്പോൾ പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് കേർഡ് എടുക്കണമെങ്കിൽ കേർഡ് എടുക്കാം, റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും എടുക്കണമെന്നുള്ളവർക്ക് അതെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പാലാണ് എടുക്കുന്നത്. കേർഡ് എടുത്താലും നല്ലതാണ് കേട്ടോ. ഡ്രൈ സ്കിന്നുള്ളവർക്ക് കേർഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര മോയ്സ്ചറൈസേഷൻ കിട്ടുന്നതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫേസിലേക്ക്, അത് നമ്മൾ ഫേസ് നല്ല ക്ലീൻ ആക്കുക. ഫേസ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഫേസ് നല്ല ക്ലീൻ ആക്കിയിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്കിത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് ഇത് വെച്ചിട്ട് നമുക്കിത് സ്ക്രബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളിത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇത് സർക്കുലർ മോഷനിൽ നമുക്കിതൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ഹാർഷായിട്ട് ചെയ്യരുത്, ഭയങ്കര ജെന്റിലായിട്ട് ഒരു സർക്കുലർ മോഷനിൽ ചെയ്യുക. ഞാൻ ഇത് തന്നെ കേട്ടോ ലിപ് സ്ക്രബായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന, കുറച്ച് ചെറുതായിട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മളിത് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊരുപാട് ഹാർഷായിട്ട് സ്ക്രബ് ചെയ്യരുത്. നമുക്കിതൊരു സർക്കുലർ മോഷനിൽ പയ്യെ സ്ക്രബ്. ഞാൻ ഇതിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും സ്പീഡായിട്ട് ചെയ്യുന്നതെന്നൊക്കെ തോന്നുന്നത് ചെറുതായിട്ട് പയ്യെ കുറേശ്ശെ ചെയ്താൽ മതി കേട്ടോ. ഭയങ്കര ജെന്റിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ കുഞ്ഞു കുഞ്ഞു മൈക്രോ ടീയേഴ്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പയ്യെ ചെയ്യുക. നമ്മുടെ മൂക്കിലും ഈ ഒരു താടിയുടെ ഭാഗമൊക്കെ നല്ല രീതിക്ക് സ്ക്രബ് ചെയ്യുക. കാര്യം അവിടെയൊക്കെയാണ് കൂടുതൽ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ വരാൻ സാധ്യതയുള്ളത്. എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഒരു ഓൾമോസ്റ്റ് ഒരു 1 മിനിറ്റോളം ഇതൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ വാഷ് ചെയ്യാം കേട്ടോ. വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പം തന്നെ നമ്മുടെ സ്കിൻ കുറച്ചൊന്ന് എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാര്യം സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ പോയിട്ട് കുറച്ചൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു മാസ്ക് ഇടാം. അങ്ങനെ നമ്മുടെ പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കടലമാവും അരിപ്പൊടിയാട്ടോ. കടലമാവ് നല്ല രീതിക്ക് നമ്മുടെ ഫേസിൽ ടാൻ പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റാണ്. പിന്നെ ഈ അരിപ്പൊടി നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ കൂടാതെ നമുക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്യാം. കാര്യം അതും നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ്. ഞാൻ പണ്ടത് യൂസ് ചെയ്യായിരുന്നു, ഇപ്പോൾ എൻ്റെ അത് ഇല്ല, അല്ലായിരുന്നു ഞാൻ ആഡ് ചെയ്തേനെ. കുറച്ച് റോസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ എല്ലായിടത്തും എത്തണം കേട്ടോ ഇത്. പിന്നെ ഈ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം നിങ്ങൾ ചെയ്യുമ്പോൾ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, കഴുത്തിലൂടെ അപ്ലൈ ചെയ്യാറുന്നേ. അല്ലെങ്കിൽ നമ്മുടെ രണ്ട് കളർ ഇരുന്നാൽ അതൊരു അഭംഗിയാണ്. അപ്പോൾ എന്തായാലും കഴുത്തിലൂടെ അപ്ലൈ ചെയ്യുക നിങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ ഫേസ് ഫുൾ അപ്ലൈ ചെയ്ത് ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാര്യം മാസ്ക് ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഇപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ചെറിയൊരു മാറ്റമൊക്കെ ഇല്ലേ?
നമുക്കൊരു നല്ല ഫ്രഷ് ഫീലും പെട്ടെന്നൊരു ഒരു ബ്രൈറ്റൻ ആയണക്ക് ഫീൽ ചെയ്യുന്നൊരു മാസ്കാണ് ഈ ഒരു കടലമാവും മറ്റേ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ളൊരു ഇത്. അതിൻ്റെ കൂടെ ഞാൻ പണ്ട് കസ്തൂരി മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്യുമായിരുന്നു, പക്ഷെ അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് യൂസ് ആക്കാതിരുന്നത്. ഇനി നമുക്കിത് ഒന്ന് വൈപ്പ് ചെയ്യാം. അടുത്ത പാക്കായിട്ട് ഞാനിവിടെ ബീട്രൂട്ട് പൗഡർ ആട്ടോ എടുക്കുന്നത്, ആൽപ്സിൻ്റെ ആയിട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ബീട്രൂട്ട് അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അത് പൊടിച്ചും യൂസ് ചെയ്യാം കേട്ടോ. പാക്കറ്റിൽ തന്നെ മേടിക്കണം എന്നില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി 2ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ കുറച്ച് നീരെടുക്കുന്നുണ്ട്. അത് നല്ലോണം മിക്സ് ആക്കിയിട്ടാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. എന്നിട്ടിത് ഫേസിൽ നല്ല രീതിക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സ്ക്രബും ഒരു പാക്കും മതി കേട്ടോ. ഞാൻ ഈ 2ാമത്തെ പാക്ക് ഇവിടെ കാണിക്കുന്നത് എനിക്ക് ഈ ഒരു ബീട്രൂട്ട് പൗഡർ ഭയങ്കര ബെനിഫിറ്റാണ്, അതുകൊണ്ടാട്ടോ. നമ്മൾ ഇടുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പാക്ക് മാത്രം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി, രണ്ടും ഇടണം എന്നില്ല. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ്സ് നമുക്ക് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഒരു പരിപാടി കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഇതൊന്ന് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ടൊമാറ്റോ ഇല്ലേ, അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ സർക്കുലർ മോഷന് തന്നെ റബ്ബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ഹാർഷായിട്ട് റബ്ബ് ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ സ്പീഡിൽ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. ഇത്ര സ്പീഡിൽ പോകുന്നത്, ഇത്ര സ്പീഡിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെന്താ, നമ്മുടെ ഫേസിൽ ഒരു 1-2 മിനിറ്റ് ഇത് വെച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റെജുവിനേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും നമ്മുടെ ഫേസ് കുറച്ചുകൂടെയൊക്കെ. എന്നിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫേസ് കുറച്ച് ബ്രൈറ്റൻ ആയതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ച് മാസങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഡിഫറൻസ് നമുക്ക് ഫേസിൽ തന്നെ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞൊക്കെ 2 ഫേസ് പാക്കും ട്രൈ ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു പാക്കും ഒരു സ്ക്രബും നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. എന്തായാലും നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഐറ്റമാണ് കോഫി പൗഡറും നമ്മുടെ അരിപ്പൊടിയും പിന്നെ കുറച്ച് കടലമാവും ഒക്കെ എപ്പോഴും കാണും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരെ കാണുന്നവരെ ബൈ.